അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് ലേണേഴ്സ്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഗ്രാമത്തെ അറബിയിൽ പരിചയപ്പെടുത്താമെന്നാണ്. നമ്മുടെ ഗ്രാമത്തിൻ്റെ മനോഹാരിതയും അതിൻ്റെ പച്ചപ്പുമെല്ലാം കൂട്ടുകാരുടെ മുന്നിലോ അല്ലെങ്കിൽ വല്ല അവസരവും കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ അത് അറബിയിൽ പരിചയപ്പെടുത്താം എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഖറിയത്തി, എൻ്റെ ഗ്രാമം. ഖറിയത്തി മലബാർ ജമീലത്തുൻ, എൻ്റെ ഗ്രാമം മലബാർ എന്ന് പറയുന്നത് ജമീലത്തുൻ, അത് മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ആണ്. വ മനാദിറുഹ അജീബത്തുൻ ജിദ്ദൻ, അതിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് അജീബത്തുൻ ജിദ്ദൻ, വളരെ അത്ഭുതകരമാണ്, ആശ്ചര്യം നിറയുന്നതാണ്. തൊബിഅത്വ മുഖ്ലറത്തുൻ ജല്ലാബ, അതിലെ പ്രകൃതി എന്ന് പറയുന്നത് വളരെ പച്ചപ്പ് പിടിച്ചതും ജല്ലാബത്തുൻ, വളരെ അട്രാക്റ്റീവുമാണ്, ആകർഷകമുള്ളതാണ്. ജല്ലാബത്തുൻ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ്, ആകർഷകമുള്ള. വഫീഹ ഐലൻ ജദാവിലു വഅൻഹാർ വഅൻഹാറുൻ തവീല തസീലു വതഫീലു ഇലൽ ബഹ്രിൽ അറബി. വഫീഹ ഐലൻ, ആ ഗ്രാമത്തിലുണ്ട് ജദാവിൽ, ജദുവലും ജമ്മ് ജദാവിൽ എന്ന് പറഞ്ഞാൽ തോടുകളുണ്ട്. വഅൻഹാർ, പുഴകളുമുണ്ട്. തൊവീല, നീണ്ടു കിടക്കുന്ന. തസീലു വതഫീലു, അത് ഒഴുകുന്നു. സാല യസീലു അല്ലെങ്കിൽ ഫാല യഫീലു എന്നെല്ലാം പറഞ്ഞാൽ ഒഴുകുക, ഫ്ലോ എന്നാണ് അർത്ഥം. തസീലു വ തഫീലു, അത് ഒഴുകുന്നു. ഇലൽ ബഹ്രിൽ അറബി, അറബിക്കടലിലേക്ക്. വനജ്ലിസു അലാ ഷവാതീഹ, വനജ്ലിസു, ഞങ്ങൾ ഇരിക്കാറുണ്ട്. അലാ ഷവാതീഹ, അതിൻ്റെ ഷാത്തിയും ജമ്മു ഷവാത്തി എന്ന് പറഞ്ഞാൽ തീരങ്ങളിൽ. ഷാത്തി എന്ന് പറഞ്ഞാൽ തീരം, ഷവാത്തി തീരങ്ങൾ. അപ്പോൾ വനജ്ലിസു അലാ ഷവാതീഹ, ഷവാത്തിഇഹ, അതിൻ്റെ തീരങ്ങളിൽ ഞങ്ങൾ ഇരിക്കാറുണ്ട്. വനസ്താദു മിൻ അൽ അസ്മാക്, അതിൽ നിന്ന് മീനൊക്കെ പിടിക്കാറുണ്ട് ഞങ്ങൾ. സമക്കും ജം അസ്മാക്ക്, മീനുകളൊക്കെ ഞങ്ങൾ പിടിക്കാറുണ്ട്. ഇസ്താദു എന്ന് പറഞ്ഞാൽ എന്താ? സൊയ്യാദ്, വേട്ടക്കാരൻ എന്ന് പറയാലോ. അതിൽ നിന്ന് മീനെ വേട്ടയാടാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മീനിനെ പിടിക്കാറുണ്ട്. വഫി ഹുദൂദിൽ ഖറിയ, ആ ഗ്രാമത്തിൻ്റെ ഹുദൂദ്, ഹദ്ദു ഹുദൂദ് എന്താ? ബോർഡർ അല്ലേ? അഫി ഹുദൂദിൽ ഖറിയ, ആ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ബോർഡറിലുണ്ട് എന്ത്? ജിബാലുൻ ഷാമിഹ, ജബലുൻ ജിബാൽ, പർവ്വതങ്ങളല്ലേ, മലകൾ. ജിബാലുൻ ഷാമിഹ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട്. നാതിഹ, നാതിഹത്തുൻ ബിസ്സമാ, നാതിഹത്തുൻ ബിസ്സമാ എന്ന് പറഞ്ഞാൽ അമ്പരചുംബികളായ എന്ന് നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ, നല്ല മലയാളത്തിൽ. അമ്പരചുംബികളായ എന്ന് പറഞ്ഞ ആകാശത്തോട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന, അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം, അമ്പരചുംബികളായ ആകാശത്തെ ചുംബിക്കുന്നതായ പർവ്വതങ്ങളുണ്ട്. അതാണ് നാതിഹത്തുൻ ബിസ്സമാ, ആകാശത്തോട് മുട്ടി നിൽക്കുന്ന. വനഹ്നു നതസല്ലഖു അലൈഹ, ഞങ്ങൾ ആ മലകൾ കയറുന്നു. തസല്ലഖ യതസല്ലഖു, കയറുക, അത് അതിൻ്റെ ജമ്മു മുത്തക്കല്ലിമാണ് മുലാരിയിൽ. നഹ്നു നതസല്ലഖു, ഞങ്ങൾ കയറാറുണ്ട്. അലൈഹ, ആ മലകളിൽ. ഫി അയ്യാമിൽ ഉത്തില, ഒഴിവ് ദിവസങ്ങളിൽ. വനസ്തരീഹു ഫീഹ, അതിൽ ഞങ്ങൾ അവിടെ ഞങ്ങൾ വിശ്രമിക്കാറുണ്ട്. വഫീഹ അഷ്ജാറുൻ കസീറ, അതിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്തുണ്ട്? അഷ്ജാറുൻ കസീറ, ധാരാളം മരങ്ങളുണ്ട്. വ കസീഫ, തിങ്ങി നിൽക്കുന്ന വനങ്ങളുള്ള മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ ഗ്രാമം. ഓക്കെ. വഫീ ഖറിയത്തി മസ്ജിദ്, സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമം എടുത്ത് അതിലെന്തുണ്ടാവും? മസ്ജിദ്, പള്ളിയുണ്ട്. വ കനീസ, ചർച്ചുണ്ട്. വ ഹൈക്കൽ, അമ്പലമുണ്ട്. യഈഷുൽ മുസ്ലിമൂന വന്നസ്രാനിയൂന വൽ ഹിന്ദിയൂൻ കത്ഫൻ അലാ കത്ഫ്, യഈഷുൽ മുസ്ലിമൂൻ, അവിടെ മുസ്ലിങ്ങളും, വനസ്രാനിയൂൻ, ക്രിസ്ത്യാനികളും, വൽ ഹിന്ദുസിയൂൻ, ഹിന്ദുക്കളും എല്ലാം ജീവിക്കുന്നു. ആഷ യഈഷു, ജീവിക്കുന്നു. കത്ഫൻ അലാ കത്ഫ്, തോളോട് തോളുരുമ്മി അല്ലെ. കത്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? തോള്, ഷോൾഡർ. അപ്പൊ കത്ഫൻ അലാ കത്ഫ്, തോളോട് തോൾ ചേർന്നാണ് ജീവിക്കുന്നത്. കുല്ലുഹും യഹ്തഫിലൂന ബിഹ്തിഫാലാതിഹിം, എഹ്തഫിലു എന്താ? ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. എഹ്തിഫാൽ, സെലിബ്രേഷൻ എന്നൊക്കെ പറയലുണ്ട്. അതുപോലെ ഫെസ്റ്റിവലിനൊക്കെ
ഇഹ്തിഫാൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ കുല്ലുഹും യഹ്തഫിലൂൻ, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു, ആഘോഷിക്കുന്നു, ബിഹ്തിഫാലാത്തിയും അവരുടെ ആഘോഷങ്ങൾ, ബിൽ ഫറഹി വസ്സുറൂർ, സന്തോഷത്തോടെ. ഫറഹ് വസ്സുറൂർ രണ്ടും സന്തോഷം എന്നാണ് അർത്ഥം, മുത്തറാദിഫാണ്. അറബിയിൽ ഇങ്ങനെ പര്യായ പദങ്ങൾ ചേർത്ത് വെക്കുന്നത് അറബി ഭാഷയുടെ ഒരു മനോഹാരിത കൂട്ടാൻ എന്ത് ചെയ്യും, സാധിക്കും. വഫി ഖറിയത്തി, എൻ്റെ ഗ്രാമത്തിലുണ്ട്, മദ്രസത്തുൻ ഇസ്ലാമിയത്തുൻ, ഒരു ഇസ്ലാമികമായ മദ്രസയുണ്ട്. വഹിയ ബഈദത്തുൻ ജിദ്ദൻ അൻ ബൈതി, അത് എൻ്റെ വീടിനെ തൊട്ട് വളരെ വിദൂരത്താണ്. ബഈദത്തുൻ ജിദ്ദൻ അൻ ബൈതി, എൻ്റെ വീടിനെ തൊട്ട് വളരെ വിദൂരത്താണ്. വയദ്ഹബു തുല്ലാബു ഇലൈഹ, കുട്ടികളെല്ലാം ആ മദ്രസയിലേക്ക് പോകും. ഫീ കുല്ലി സ്വബാഹ്, എല്ലാ രാവിലെയും. വഫി ഖറിയത്തി, എൻ്റെ ഗ്രാമത്തിലുണ്ട്, മദ്രസത്തുൻ ഹുക്കൂമിയത്തുൻ, ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. വയ്യ ഖരീബത്തുൻ മിൻ ബൈത്തി, അത് എൻ്റെ വീടിനോട് വളരെ അടുത്താണ്. ദറസ്തു ഫീഹ, ആ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. മിനസ്സൊഫിൽ അവൽ, 1ാം ക്ലാസ് മുതൽ, ഇലസ്സൊഫിൽ ആഷിർ, 10ാം ക്ലാസ് വരെ. ഫിസ്സനവാത്തിൽ മാദിയ, കഴിഞ്ഞ വർഷങ്ങളിൽ. വഫി ജിവാരി ബൈത്തി, എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്, ബുയൂത്തുൻ ഖലീല, കുറച്ച് വീടുകളുണ്ട്. വയസ്കുനു ഫിഹ കസീറു മിന സുക്കാൻ, അതിൽ ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. സാക്കിന് സുക്കാൻ, നിവാസികൾ. സാക്കിന് സുക്കാൻ എന്ന് പറഞ്ഞാൽ നിവാസികൾ, അവിടെ ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട്. വയഹുദു സാരിഊന ഇലൽ ഹുഖൂൽ, രാവിലെ നമ്മുടെ കൃഷിക്കാർ, സാരി എന്ന് പറഞ്ഞാൽ കർഷകൻ, കർഷകർക്ക് രാവിലെ പോകുന്നു. ഇലൽ ഹുഖൂൽ, ഹഖിൽ ഹുഖൂൽ, പാടങ്ങളിലേക്ക് പോകുന്നു. വഹ്സുദൂനൽ അറുസ്സ വൽ ഖംഹ്, ഹസദ യഹ്സുദു എന്താ, കൊയ്യുക അല്ലെ, അവരെല്ലാം കൊയ്യുന്നു. അൽ അറുസ്സ, നെല്ലും, വൽ ഖംഹ, ഗോതമ്പും. വയർജിഊന ഇലാ ബുയൂതിഹിം, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വഇൻദ ബൈതി, എൻ്റെ വീടിന് അടുത്തുണ്ട്, ബിർഖത്തുൻ സഗീറ, ഒരു ചെറിയ കുളമുണ്ട്. ബിർഖത്ത് മുമ്പ് വന്ന പദമാണ്. യസ്ബഹു ഫി അസ്സിഖാർ വൽ കിബാർ, അതിലെന്ത് ചെയ്യുന്നു, ചെറിയ ആളുകളും വലിയ ആളുകളൊക്കെ അതിൽ നീന്തും. വഖദ് യുസാബിഖൂന ഫിഹ, ചില സമയങ്ങളിൽ നീന്തലിൽ അവർ പരസ്പരം മത്സരിക്കാറുണ്ട്. സാബഖ, മത്സരിക്കുക. സിബാഖ് എന്ന് പറഞ്ഞാൽ മത്സരം. വഅന ഉശാരികു മാഅഹും, ഞാനും അവരോട് കൂടി പങ്കുചേരാറുണ്ട്. ഫി ബഅദിൽ അഹ്യാൻ, ചില സമയങ്ങളിൽ. അന അദ്ഹബു ഇലയ്യ മഅൽ അസ്തിഖാ, ഞാൻ ആ കുളത്തിലേക്ക് പോകുന്നു. മഅൽ അസ്തിഖാ, എൻ്റെ കൂട്ടുകാരോട് കൂടെ. അൻ നഹ്സില, അതിൽ കുളിക്കാൻ വേണ്ടി. വന ഊമ ഫിഹ, അതിൽ ഊളിയിടാൻ വേണ്ടി. അല്ലേ, ഇങ്ങനെ ചെറുതായിട്ട് ഏത് ഗ്രാമത്തെ എടുത്താലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗ്രാമത്തിൽ ഒരു പള്ളി ഉണ്ടാകും, ഗ്രാമത്തിൽ ഒരു മദ്രസ ഉണ്ടാകും, സ്കൂൾ ഉണ്ടാകും, കാടുകളും മലകളും ഉണ്ടാകും, കുളങ്ങൾ ഉണ്ടാകും. അങ്ങനെ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അറബിയിൽ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടിയാൽ അവിടെ എണീറ്റ് നിന്ന് വളരെ ഷെയിൻ ചെയ്ത് പറയാൻ, അറബിയിൽ വളരെ ഷെയിൻ ചെയ്ത് പറയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ അർത്ഥം വെച്ച് മനസ്സിലാക്കുക, അങ്ങനെ പഠിക്കുക, അങ്ങനെ പരമാവധി ബൈഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അറബിയിൽ നിങ്ങൾ ഇതുപോലെ പറഞ്ഞു നോക്കുക. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ തന്നെയാണ് നിരന്തരമായി മുഹാദസ സംസാരിക്കുന്നതിലൂടെ തന്നെയാണ് നമ്മുടെ അറബി ഫ്ലുവൻ്റ് ആവുക. അപ്പോൾ ഒരു നല്ല ക്ലാസ്സുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. വാഹൃദ വാൻ അൽഹംദുലില്ലാ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.